നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് മാത്രം പ്ലാൻ ചെയ്താൽ പോരാ, ഫ്യൂച്ചറിലേക്ക് കൂടെ പ്ലാൻ ചെയ്യണമെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. പക്ഷേ ബഡ്ജറ്റിൻ്റെ കേസിൽ വരുമ്പോൾ പലർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ബഡ്ജറ്റ് ഉണ്ടാവില്ല, ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ ബഡ്ജറ്റ് അങ്ങനെ വേണമെങ്കിൽ ഒരു ഒരു കോമൺ കേസ് എടുക്കാം. അതായത് ഒരു രണ്ടാം നില പിന്നെ ചെയ്യാം എന്ന് പറയുന്നത് കൊണ്ട് ഒന്നാം നില നമ്മൾ ചെയ്യുന്ന ഒരവസ്ഥ. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഭാവിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും രണ്ടാമത്തെ നില ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാം നിലയുടെ കൂടെ പ്ലാനും കൂടെ ഒരുമിച്ച് വരച്ചിട്ട് ഡിസൈൻ ചെയ്ത്, സ്ട്രക്ചറൽ ഡിസൈൻ അതുപോലെ ചെയ്ത് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കുക. അപ്പോൾ പലരും ഈ തെറ്റി പറയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ കോളത്തിന് പലരും ബീം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എലിവേഷൻ വരുമ്പം രണ്ടാം നില വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ രൂപം അങ്ങ് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാം നില ചെയ്താൽ ഈ എലിവേഷൻ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. സ്റ്റെയർ റൂം നമ്മൾ അടുത്ത സ്ട്രക്ചറിൽ നമ്മുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് കൃത്യമായ വാട്ടർ പ്രൂഫിംഗ് പ്രോട്ടോകോൾസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ എക്സ്റ്റൻഷൻ പാർട്ടിലായിരിക്കും നമുക്ക് ലീക്ക് വരുന്നത്. ചിലരുണ്ട് ഈ റൂഫ് വരുമ്പോഴത്തേക്ക് അതിൽ കമ്പി കുറച്ചിട്ട് കാര്യം മുകളിൽ നില വരുന്നില്ലല്ലോ, അപ്പോൾ ലൈവ് ലോഡ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞ ലൈവ് ലോഡ് അധികം വരില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് കമ്പി കുറയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു നില ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ട്. മൂന്നാം നിലയിലേക്കൊക്കെ പോകണം. രണ്ടാം നിലയിൽ തന്നെ ഇപ്പോൾ കോളം സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പില്ലറുകൾ മുകളിലേക്ക് ഒന്ന് പൊക്കി നിർത്തുക. കൃത്യമായിട്ട് സ്റ്റാർട്ടർ ബാർസ് നമുക്ക് ലാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ പൊക്കി നിർത്തുക. ഹായ്, നമസ്കാരം. എക്സ്പാൻഡബിൾ ഹോംസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? എക്സ്പാൻഡബിൾ ഹോംസ്, അതായത് നമുക്കിപ്പോൾ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഫാമിലി, ഇപ്പോൾ ചെറിയ ഒരു ഫാമിലിയാണ്, ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് ഇപ്പോൾ ഈ സമയത്തുള്ള റിക്വയർമെൻറ്റ് ആയിരിക്കില്ല അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്. അപ്പം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് മാത്രം പ്ലാൻ ചെയ്താൽ പോരാ, ഫ്യൂച്ചറിലേക്ക് കൂടെ പ്ലാൻ ചെയ്യണമെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. പക്ഷേ ബഡ്ജറ്റിൻ്റെ കേസിൽ വരുമ്പോൾ പലർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ബഡ്ജറ്റ് ഉണ്ടാവില്ല, ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ ബഡ്ജറ്റ് അങ്ങനെ വേണമെങ്കിൽ ഈ എക്സ്പാൻഡബിൾ ഹോംസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. വളരുന്ന വീടുകളെന്ന് നമ്മൾ പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പണ്ട് മുതലേ ഉള്ളതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെയായിരുന്നു. വീട് നമ്മുടെ ഈ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പോൾ എക്സ്റ്റൻഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ലീക്ക് പോലുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് ബാധിക്കുന്ന. ഇന്നിപ്പോൾ നമുക്ക് ടെക്നോളജിയിൽ ഒരുപാട് വാട്ടർ പ്രൂഫിംഗ് പോലത്തെ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ അത് നമുക്കൊരു റിസ്ക് അതിനകത്തുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അതിന് മുൻകരുതൽ എടുത്തുകൊണ്ട് എങ്ങനെ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമുക്കിപ്പോൾ ഒരു കോമൺ കേസ് എടുക്കാം. അതായത് ഒരു രണ്ടാം നില പിന്നെ ചെയ്യാം എന്ന് പറയുന്നത് കൊണ്ട് ഒന്നാം നില നമ്മൾ ചെയ്യുന്ന ഒരവസ്ഥ. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ വരാം. ആദ്യം ഞാൻ പറയുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രയോർ ഫാക്ടർ. നമ്മൾ രണ്ടാം നില കെട്ടാൻ ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഭാവിയിൽ രണ്ടാം നില, ഇപ്പോൾ രണ്ടാം നിലയോ മൂന്നാം നിലയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ചിലപ്പോൾ കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും സ്ട്രക്ചറൽ ഡിസൈനും നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒപ്പം തന്നെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭാവിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും രണ്ടാമത്തെ നില ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാം നിലയുടെ കൂടെ പ്ലാനും കൂടെ ഒരുമിച്ച് വരച്ചിട്ട് ഡിസൈൻ ചെയ്ത്, സ്ട്രക്ചറൽ ഡിസൈൻ അതുപോലെ ചെയ്ത് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ മൂന്നാം നിലയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് പില്ലേഴ്സ് കോളം വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. പില്ലറിന് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കോളം എന്നാണ് നമ്മൾ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ പലരും ഈ തെറ്റി പറയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ കോളത്തിന് പലരും ബീം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടുള്ള മെമ്പറും ബീം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പറുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം കോളംസ് നമുക്കിപ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രക്ചർ ഡിസൈനും ത്രൂ ഔട്ട് മൊത്തത്തിൽ ചെയ്യാൻ പാടുള്ളൂ. കാര്യം ഒരിക്കലും നമ്മൾ ഒരു നില ചെയ്തിട്ട് പിന്നെ ഭാവിയിൽ ഒരു എഞ്ചിനീയറിനെ കൊണ്ട് കാണിച്ചിട്ട് ഇതിൽ രണ്ടാം നില നിൽക്കുമോ എന്നയാൾ അപ്പം ഫൗണ്ടേഷൻ എന്നൊക്കെ എക്സാമിൻ ചെയ്യാമെന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്കപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യാനുള്ളത് 2 നില നമ്മൾ ചെയ്യും എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ 2 നിലയുടെയും പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. വരയ്ക്കുമ്പോൾ 2 നിലയും വരയ്ക്കുക. അതുപോലെ തന്നെ എലിവേഷൻ വരുമ്പം രണ്ടാം നില വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ രൂപം അങ്ങ് മാറും.
അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാം നില ചെയ്താൽ ഈ എലിവേഷൻ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി എല്ലാവർക്കും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ സ്റ്റെയർ കേസിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നില നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റെയർ റൂമും കൂടെ മുകളിൽ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്റ്റെയർ റൂം പലരും അതിന് മടിച്ചിട്ട്, ആ സ്റ്റെയർ റൂം ചെയ്യാൻ മടിച്ചിട്ട് സ്റ്റെയർ കൊടുക്കാതിരിക്കും. പിന്നെ രണ്ടാമത് വെളിയിൽ സ്റ്റെയർ ചെയ്ത് പിന്നെ കണക്ട് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പം രണ്ടാം നില ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ സ്റ്റെയർ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റെയറിന് ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ഭാവിയിൽ ഇപ്പോൾ നമുക്ക് ടെക്നോളജിയൊക്കെ ഓക്കെയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ലാബ് കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പടിയടിക്കാനൊക്കെ പറ്റും. പക്ഷേ സ്റ്റിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റെയർ അടിക്കുക എന്നുള്ളത് തന്നെ. രണ്ടാം നിലയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ അടിക്കുകയും ആ സ്റ്റെയറിൻ്റെ ഹെഡ് റൂം അടുത്ത നിലയുടെ ആ ഒരു സാധാരണ ഈ ഹെഡ് റൂം ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 8 ഫീറ്റിൽ കൊണ്ടങ്ങ് നിർത്തും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അതിൻ്റെ റൂഫ് ഹൈറ്റ് നമ്മൾ അടുത്ത ഭാവിയിൽ നമ്മുടെ ആ ഭാഗത്തൊരു നിലയോടെ വരുമ്പോൾ അതിൻ്റെ എത്രയാണോ റൂഫ് ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് ആ റൂഫ് ഹൈറ്റ് വരെ നമ്മൾ ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് അല്ലെങ്കിൽ ആ കണക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ കണക്ഷൻസൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ സ്റ്റെയർ റൂമും നമ്മൾ അടുത്ത സ്ട്രക്ചറിൽ നമ്മുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് കൃത്യമായ വാട്ടർ പ്രൂഫിംഗ് പ്രോട്ടോകോൾസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ എക്സ്റ്റൻഷൻ പാർട്ടിലായിരിക്കും നമുക്ക് ലീക്ക് വരുന്നത്. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ചെയ്യാം. പിന്നെ പറയുന്ന ടെറസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാം താഴെ മുകളിലൊക്കെ ഒരേപോലെ സ്ലാബ് ഡിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ചിലരുണ്ട് ഈ റൂഫ് വരുമ്പോഴത്തേക്ക് അതിൽ കമ്പി കുറച്ചിട്ട്, കാര്യം മുകളിൽ നില വരുന്നില്ലല്ലോ. അപ്പോൾ ലൈവ് ലോഡ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞ ലൈവ് ലോഡ് അധികം വരില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് കമ്പി കുറയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു നില ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ആ സ്ലാബിനെ എല്ലാ കെയറോട് കൂടിയും തന്നെ ചെയ്യുക. അതിന് ആ എല്ലാ രീതിയിലും നമുക്ക് ആ അടുത്ത നിലയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്ന രീതിയിലൊരു സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ കോളം സ്റ്റാർട്ടേഴ്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാം നിലയിലേക്കൊക്കെ പോകണമെങ്കിൽ രണ്ടാം നിലയിൽ തന്നെ ഇപ്പോൾ കോളം സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പില്ലറുകൾ മുകളിലേക്ക് ഒന്ന് പൊക്കി നിർത്തുക. കൃത്യമായിട്ട് സ്റ്റാർട്ടർ ബാർസ് നമുക്ക് ലാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ പൊക്കി നിർത്തുക. ഒപ്പം തന്നെ അവിടെ ഒരു ഡമ്മി കോൺക്രീറ്റ് ഇട്ട് പെട്ടെന്ന് പൊട്ടിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് ഇട്ട് വയ്ക്കുക. ഈവൻ നമുക്കൊരു റൂഫിങ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ സ്ട്രക്ചർ നിങ്ങൾ ചെയ്യുന്നില്ല, മുകളിലൊരു റൂഫ് ചെയ്താൽ പോലും നമ്മൾ ഇങ്ങനെ കോളംസ് പൊക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്കത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോളം സ്റ്റാർട്ടർ ബാസ് എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്ലംബിങ് ഭാവിയിൽ അതാണ് ഞാൻ ഈ മൊത്തത്തിൽ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഇനി വരുന്ന ബാത്റൂം, മുകളിൽ വരുന്ന ബാത്റൂം കൂടെ കണക്കാക്കിയിട്ട് പ്ലംബിങ് ഷാഫ്റ്റ്സ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കാം. ഇലക്ട്രിക്കലിൽ റൈസേഴ്സ് വരുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് നമുക്ക് റൈസേഴ്സ് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ഒരു നിലയോടെ വരുന്നുണ്ട്, അത് കണക്കാക്കിയിട്ട് ഡിബിയുടെ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു ടീമിനെ ഏൽപ്പിച്ച് ചെയ്താൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ. നമ്മൾ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്രൈറ്റീരിയ നോക്കാതെ ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് ടെക്നിക്കലി എഫിഷ്യൻ്റ് ആണെന്ന ടീം, എഞ്ചിനീയറിംഗ് ബാക്കുള്ള ടീം, അതായത് ഇപ്പം നമ്മുടെ ഇപ്പോൾ എൻ്റെ യുണീക്ക് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലൊക്കെ ഞങ്ങൾ എപ്പോഴും ടെക്നിക്കൽ സ്റ്റാഫുകൾ എല്ലാം എഞ്ചിനീയറിംഗ് സ്റ്റാഫുകളാണ്. നമ്മളെല്ലാം ടീം മൊത്തത്തിൽ എഞ്ചിനീയേഴ്സാണ്. അപ്പം ഈ ഒരു എഞ്ചിനീയറിംഗ് ടീം ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ 26 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറാണ്. ബാക്കി എൻ്റെ ടീമിലുള്ളവരെല്ലാം എല്ലാ എഞ്ചിനീയേഴ്സിനെയാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഞ്ചിനീയറിംഗ് ഇവാലുവേഷൻ്റെ പോയിന്റിലെല്ലാം നമുക്കിപ്പോൾ നിസ്സാരമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ തന്നെയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കൃത്യമായിട്ടൊരു ചെക്ക് ലിസ്റ്റ് പരിപാടി തന്നെയുണ്ട്. ഓരോ വർക്കിനെയും നമ്മൾ കൃത്യമായി ചെക്ക് ലിസ്റ്റിലൂടെയാണ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറുതോ വലുതോ ഒന്നുമല്ല, ഏത് വർക്കിനും ആ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ്, ഒരു പ്രോസസ്സിൻ്റെ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ്പാൻഡബിൾ ഹോംസ് കോൺസെപ്റ്റ് പണ്ട് മുതലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ആവശ്യത്തിനുള്ള വീട് ഭാവിയുടെ ആവശ്യങ്ങൾക്ക് ഭാവിയിൽ തന്നെ അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനിങ്. പക്ഷേ ഈ ഫ്യൂച്ചർ റെഡി ഹോംസ് അല്ലെങ്കിൽ ഈ എക്സ്പാൻഡബിൾ ഹോംസ് എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. നമ്മൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചെയ്യുക, നാളെ ഒരു മുകളിലൊരു നില നമുക്ക് അടുത്ത വർഷം പൈസ കിട്ടുമ്പോൾ നമുക്കൊരു നില അവിടെ പൊക്കാം, അതിൽ ആദ്യം ഒരു മുറി ചെയ്യാം, പിന്നെ അതിന് വീണ്ടും ബാക്കിയുള്ള മുറികൾ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ടോട്ടലി ആ സ്ട്രക്ചറിൽ
ഇൻ്റഗ്രേഷനിൽ പാളിച്ചകൾ പറ്റാത്ത രീതിയിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ എക്സ്പാൻഡബിൾ കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ, ഇപ്പം ഞാൻ തന്നെ പല പ്രോജക്റ്റും വരച്ചു കൊടുത്ത സ്ഥലങ്ങളിലും ചെയ്തു കൊടുത്ത സ്ഥലങ്ങളിലും ഒക്കെ ഈ എക്സ്പാൻഡബിൾ പ്രൊവിഷൻ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വേറൊരു സംഭവമുണ്ട് കേട്ടോ, നമ്മളിപ്പോൾ ഈ 2ാം നില 3ാം നില പറയുന്ന പോലെയല്ല, ഈ താഴത്തെ നിലയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു മുറി എക്സ്റ്റെൻഡ് ചെയ്യുന്ന വെച്ചു, അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പിന്നെ എടുക്കാൻ നിൽക്കാതെ ഈ ഫൗണ്ടേഷൻ പാർട്ടെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ അത് ലാഭമായിട്ട് മാറുകയും ഈ കൃത്യമായിട്ടുള്ള ഈ ഫൗണ്ടേഷൻ എല്ലാം കൂടി ഒരു മോണോലിത്തിക് സ്ട്രക്ചർ എന്ന് പറയും, ഒരുമിച്ച് മോണോലിത്തിക് സ്ട്രക്ചറായിട്ട് അത് മാറുകയും ഇതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ യൂണിഫോം ആയിട്ട് നടക്കണം, ഡിഫറൻഷ്യൽ ആവാൻ പാടില്ല. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും സെറ്റിൽ ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മൾ ഭാവിയിലെ മുറികൾ പിന്നെ കെട്ടിച്ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ അപ്പ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കോസ്റ്റ് ഫാക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളിപ്പോൾ ഒരു വീട് എക്സ്പാൻഡബിൾ ആക്കും പ്രൊവിഷൻ ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ 3 to 5% ആയിരിക്കും കോസ്റ്റ് നമ്മൾ കൂടുതലാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ അത് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ആ പ്രൊവിഷൻസ് ഇട്ട് പോവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്രയും പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.